ഇപ്പോൾ കെ പി രാമനുണ്ണി അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. MT എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ നിത്യയൗവനം എഴുത്തിലും നിലപാടുകളിലും സൂക്ഷിച്ചൊരു എഴുത്തുകാരനെ നമുക്ക് കാണാൻ പറ്റില്ല. ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഏറ്റവും ജനസമ്മിതി ഉണ്ടായിട്ടുള്ള എഴുത്തുകാരനാണ്. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നിത്യയൗവനം. അതായത് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തൻ്റെ എഴുത്തിൻ്റെ ചില രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ എഴുത്തിനെയാണ് അദ്ദേഹം ആധുനിക കഥാകാരന്മാരിൽ കൂടെ പ്രോത്സാഹിപ്പിച്ചത്. പിന്നെ അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കുന്നു പറഞ്ഞ മാതിരി സാധാരണ എഴുത്തുകാർക്ക് ഈ ഭരണപരമായ കാര്യങ്ങളിലൊക്കെ പരാജയമായിരിക്കും ഉണ്ടാവുക. പക്ഷേ MT തുഞ്ചൻപറമ്പിനെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചു. യാതൊരു ബഹളവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ മതി എല്ലാവരെയും വളരെ ഊർജ്ജസ്വലരാക്കി മാറ്റും. കേരള സാഹിത്യ അക്കാദമിയിലെ MT പിന്നെ പ്രസിഡൻ്റായി വന്നതോടുകൂടി കേരള സാഹിത്യ അക്കാദമിയുടെ വിശ്വാസ്യത വളരെ വർദ്ധിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിപുലീകരിച്ചു. ഇങ്ങനെ എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത് അവിടെയെല്ലാം തന്നെ അദ്ദേഹം വളരെ സുവർണമാക്കി മാറ്റുന്ന ഒരു മാസ്മരികമായിട്ടുള്ള സിദ്ധി MTക്ക് ഉണ്ടായിരുന്നു. ആളുകളെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ആദരവോടെ നോക്കിക്കാണുന്ന, ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരാളാണ് നമ്മൾ ഇന്ന് വിട്ടുപോകുന്നത്. പ്രായാധിക്യവും വൈവശ്യവും ഒക്കെ നമുക്ക് അറിയാമായിരുന്നെങ്കിൽ തന്നെയും ആ സാന്നിധ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കോഴിക്കോട് അദ്ദേഹമുണ്ട്, മലയാളത്തിൽ അദ്ദേഹമുണ്ട്, കേരളത്തിൽ അദ്ദേഹമുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ വലിയ ഒരു പത്രപ്രവർത്തകർക്കും എഴുത്തുകാർക്കും അക്ഷരം കൊണ്ട് ജീവിക്കുന്ന എല്ലാവർക്കും ഒരു സാന്നിധ്യം, ഒരു അന്തസ്സിൻ്റെ സാന്നിധ്യമായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കണം ഒരു എഴുത്തുകാരൻ, എങ്ങനെയായിരിക്കണം ഒരു പത്രാധിപർ എന്നൊക്കെ നമുക്ക് പറയാതെ പറഞ്ഞു തന്നൊരു വ്യക്തിത്വമാണല്ലോ അദ്ദേഹത്തിൻ്റേത്. ആ സാന്നിധ്യം മറഞ്ഞുവെങ്കിലും അദ്ദേഹം മലയാളത്തിൽ കൊളുത്തിവെച്ച ഹൃദയാലുത്വം മലയാളിയുടെ ഹൃദയത്തെ ഭാവി തലമുറ ഈ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു മലയാളി അവൻ്റെ ഹൃദയം പ്രവർത്തിച്ചതെന്നും ഭാവി തലമുറ ഒരുപക്ഷെ അറിയണമെങ്കിൽ ചരിത്ര പുസ്തകങ്ങളെക്കാൾ ഒരുപക്ഷെ MTയുടെ സാഹിത്യം തന്നെ വായിക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ നിലയ്ക്ക് നമുക്ക് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തത്. അദ്ദേഹമാണ് എന്നെ അഭിമുഖം ചെയ്തെടുത്തത്. അതുപോലെ അദ്ദേഹം പുനരാരംഭിച്ച മാതൃഭൂമി വിഷുപ്പതിപ്പ് കഥയിലൂടെയാണ് ഞാൻ സമ്മാനം കിട്ടിയ ഒരു കഥാകൃത്തായി വരുന്നത്. അങ്ങനെ പല നിലയ്ക്കും എൻ്റെ തുടക്കങ്ങളുടെ ഒരു വശത്ത് അദ്ദേഹം ഒരു ഗുരുവിനെ പോലെ ഉണ്ടായിരുന്നു. വ്യക്തിപരമായ ഇടപെടലിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം വലിയ സംസാരപ്രിയനായിരുന്നില്ല. ഒട്ടും പരദൂഷണപ്രിയനായിരുന്നില്ല. അതാണ് മലയാളിയുടെ സംസാരം പലപ്പോഴും പരദൂഷണമാണല്ലോ. അദ്ദേഹം സംസാരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ അദ്ദേഹം പരദൂഷണം പറയുന്നില്ല എന്ന് മാത്രമാണ് പലപ്പോഴും. അദ്ദേഹം പക്ഷേ മലയാളിയുടെ ഹൃദയത്തെ വാച്ച് ചെയ്തിരുന്നു. അദ്ദേഹം തന്നെ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അവതാരികയിൽ എഴുതിയതുപോലെ നാട് എന്ത് ചിന്തിക്കുന്നുവെന്ന് അറിയേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു എന്നൊരു വാചകം അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു എഴുത്തുകാരൻ്റെ. അതുപോലെ നമ്മുടെ നാട് എന്ത് ചിന്തിക്കുന്നു, നമ്മുടെ നാടിൻ്റെ വൈകാരികാവസ്ഥ എന്താണെന്ന് അറിയാൻ അദ്ദേഹത്തിന് സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയാൽ മതിയായിരുന്നു. ആ മട്ടിൽ ഹൃദയത്തെ ട്യൂൺ ചെയ്ത് വച്ച ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്പർശിനികൾ, സർഗാത്മകതയുടെ സ്പർശിനികൾ കൊണ്ട്, ആൻറ്റിനകൾ കൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ കാലത്തെയും ജീവിതത്തെയും സമഗ്രമായി പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് സിനിമകളിലെ സംഭാഷണങ്ങളിലൂടെ, ഗദ്യ സാഹിത്യത്തിലെ കവിതയിലൂടെ അദ്ദേഹം ആ ഹൃദയം നമ്മളെ അറിയിച്ചിരുന്നു. അതിൻ്റെ ഹൃദയത്തിൻ്റെ ഈ സാരസ്വത രഹസ്യം നമ്മളെ അറിയിച്ചിരുന്നു. ഞാൻ നാടിന് വേണ്ടി, എൻ്റെ ഭാഷയ്ക്ക് വേണ്ടിയുള്ള നാവാണ് ഞാൻ, മലയാളത്തിൻ്റെ നാവാണ് ഞാൻ, മലയാളത്തിൻ്റെ ഹൃദയമാണ് ഞാൻ എന്നൊരു പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിൽ പ്രവർത്തിച്ചിരുന്നു. ആ നിലയ്ക്ക് അദ്ദേഹത്തെ ആരാധനയോടെയും വിസ്മയത്തോടെയും
കുറച്ച് ദൂരെ നിന്നാണെങ്കിലും നോക്കി കാണാൻ എനിക്ക് കുറേ കാലം കഴിഞ്ഞിരുന്നു. എൻ്റെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഞാൻ തേടിയിരുന്നു. അതാണ് ഇനി നഷ്ടമാകാൻ പോകുന്നത്. എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ MT വാസുദേവൻ നായരെ അനുസ്മരിക്കുകയായിരുന്നു. അദ്ദേഹം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളെക്കുറിച്ച് വാചാലനാവുകയായിരുന്നു. കാലം എന്ന നോവലിലെ സേതു, നാലുകെട്ടിലെ അപ്പുണ്ണി, അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി നായർ, മഞ്ഞ് എന്ന MTയുടെ നോവലിലെ വിമല, രണ്ടാമൂഴത്തിലെ ഭീമനും ഘടോത്കജനും, അങ്ങനെ തുടങ്ങി മലയാള സാഹിത്യ പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും അവിസ്മരണീയമായ സങ്കീർണതകൾ നിറഞ്ഞ ധാരാളം ജീവിത അനുഭവങ്ങൾ സന്ദർഭങ്ങളും നിറഞ്ഞ നോവലുകൾ രചിച്ച MT വാസുദേവൻ നായർ, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ MT അങ്ങനെ കാലയവനികയ്ക്കുള്ളിൽ മറയുകയാണ്. നമ്മുടെ മുന്നിൽ ഇനി ബാക്കി വയ്ക്കുന്നത് MTയെ അവശേഷിപ്പിക്കുന്നത് എന്നും നിത്യയൗവനം കഥയിൽ നിറച്ച ഒരു എഴുത്തുകാരൻ എന്ന് നേരത്തെ KP രാമനുണ്ണി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഒരിക്കലും മരണമില്ലാതെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോകും. മലയാളി ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന വ്യക്തി എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ ഓർമ്മപ്പെടുത്തുന്ന ജീവിതമെന്ന മഹാത്ഭുതത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ജീവിത സന്ദിഗ്ധ ഘട്ടങ്ങളെ അതിജീവിക്കാൻ കരുത്തു നൽകുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച MT വാസുദേവൻ നായർ. അദ്ദേഹം എല്ലാ സമയവും പറഞ്ഞത് താൻ കടപ്പെട്ടു നിൽക്കുന്നത് കാലത്തോടാണ് എന്നതാണ്. അദ്ദേഹം അവസാന നാളുകളിൽ അദ്ദേഹം പ്രായാധിക്യമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താശേഷി വളരെ സൂക്ഷ്മതയുള്ളതായിരുന്നു. അദ്ദേഹം വീണ്ടും പുതിയ പുതിയ രചനകളെക്കുറിച്ചുള്ള ആലോചനകളിലായിരുന്നു. എല്ലാ കാലത്തും പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിയും മനസ്സും ബോധവും MT വാസുദേവൻ നായർ അനന്യനായ ഒരു എഴുത്തുകാരനാക്കി മാറ്റി നിർത്തിയിരുന്നു. ഒരു പക്ഷേ വിവാദങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാതെ എന്നാൽ ഉറച്ച നിലപാടുകൾ എടുക്കുകയും ആവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ അവസരോചിതമായി ഇടപെടുകയും ചെയ്യുക, അതിൽ ആ ആൾക്കൂട്ടത്തിൽ തനിയെ നിന്നുകൊണ്ട് മൗനത്തിൽ നിൽക്കുമ്പോഴും പുറത്തു വരുന്ന ശബ്ദങ്ങളൊക്കെ തന്നെ സമൂഹമാകെ ശ്രദ്ധിക്കുന്ന തരത്തിൽ അതിനെ അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള എഴുത്തുകാരനായി MT വാസുദേവൻ നായർ മാറിയിരുന്നു. ഒരുപക്ഷെ എഴുത്ത് എന്നത് എഴുത്തുകാരൻ്റെ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്താക്കി മാറ്റി തീർത്തു എന്നതാണ് MT വാസുദേവൻ നായർ ഒരുപക്ഷെ പുതുതലമുറ സാഹിത്യകാരന്മാർക്ക് വഴികാട്ടിയാകുന്നത്. ആ എഴുത്ത് എന്നതാണ് തൻ്റെ ഉപജീവനമെന്നും അതിലാണ് തൻ്റെ ആത്മാവ് കുടികൊള്ളുന്നതെന്നും തിരിച്ചറിഞ്ഞ് വാക്കുകളുടെ അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് കടക്കുകയാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായർ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ വരച്ചിട്ട കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങൾക്കും ഒക്കെ അപ്പുറം സാഹിത്യ പ്രവർത്തനത്തിൽ MT വാസുദേവൻ നായർ എത്ര സജീവമായി ഒരു ജീവിതകാലം മുഴുവൻ അതിലേക്ക് ആവാഹിച്ചു കൊണ്ടുപോയി എന്നതാണ് MT വാസുദേവൻ നായരെ മാറ്റി നിർത്തുന്ന വ്യക്തിത്വമായി മാറ്റുന്നത്. നേരത്തെ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ MT വാസുദേവൻ നായർ മഹാഭാഗ്യവാനായ എഴുത്തുകാരനാണ്. കാരണം അദ്ദേഹം തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ പുറത്തു വരുന്നത് 1948 അന്ന് വാസുദേവൻ നായരുടെ പ്രായം വെറും 15 വയസ്സായിരുന്നു. വിഷു ആഘോഷം എന്നായിരുന്നു ആ കഥ. പിന്നീട് 1954 ലോക മലയാള കഥാ മത്സരത്തിൽ MT വാസുദേവൻ നായരുടെ വളർത്തുമൃഗങ്ങൾ പിന്നീട് അത് സിനിമയായി മാറി. ആ കഥയ്ക്ക് സമ്മാനം കിട്ടുന്നു. 68 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായി MT വാസുദേവൻ നായർ എത്തുന്നു. അങ്ങനെ അദ്ദേഹം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT പാലക്കാട് വിക്ടോറിയ കോളേജിൽ അധ്യാപകനാകുന്നു. അതിനുശേഷം അദ്ദേഹം പത്രാധിപരാകുന്നു, നോവലിസ്റ്റ്, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ. അങ്ങനെ MT വാസുദേവൻ നായർ വ്യക്തിമുദ്ര പതിപ്പിക്കാത്ത, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഒരു മേഖലയും സാഹിത്യത്തെ അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടില്ല. ആ അർത്ഥത്തിൽ സമ്പൂർണവും അർത്ഥവത്തുമായ ഒരു ജീവിതചക്രം പൂർത്തിയാക്കിയാണ് MT വാസുദേവൻ നായർ നമ്മളെ വിട്ടു പോകുന്നത്.